എങ്കി എനിക്കിപ്പോ ഒരു തുമ്പിയെ വേണമെന്ന് പറഞ്ഞാൽ പിടിച്ചു തരുമോ? തരുവോന്നോ? അണ്ണേ സീക്രം തുമ്പിയെ പിടിച്ചോട്. യാറണ്ണേ തുമ്പിടാ പുറമ്പോക്ക്. തുമ്പി കിട്ടിയില്ല, ഒരു മുയല വെടിവെച്ച് പിടിച്ചാച്ച്. ഇത് റൊമാൻറ്റിക് തന്നെ. ഹലോ എവരിബഡി, വെൽക്കം ടു ജോവോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ ലെഫ്റ്റ് വിങ് സ്ട്രോങ് ആക്കാൻ നിന്ന അർട്ടറ്റ ഒരു ലെഫ്റ്റ് ബാക്കിനെയും കൊണ്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ ഹാപ്പി ആണല്ലോ അല്ലേ? അങ്ങനെ വെൽക്കം ഹിൻകപ്പെ ടു ആർസണൽ. ഈ സൈനിങ് ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പം യെസ്, സ്ക്വാഡ് ഡെപ്ത് വേണം. കാരണം നമ്മൾ കാരബോ കപ്പിലുണ്ട്, FA കപ്പിലുണ്ട്, ചാമ്പ്യൻസ് ലീഗിലുണ്ട്, അതുപോലെ തന്നെ പ്രീമിയർ ലീഗിൽ ഉണ്ട്. സോ ഇത്രയും ടൈറ്റ് ഷെഡ്യൂൾ വരുമ്പോൾ പിന്നെ വേറൊരു കാര്യം അറിയിക്കണം, ഇത് ലോൺ ഡീലാണ് വിത്ത് ഒബ്ലിഗേഷൻ ടു ബൈ, അങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പം അഡീഷൻ ഈസ് ഓൾവേസ് ഗുഡ്, സമ്മതിച്ചു. പക്ഷേ നമ്മുടെ ലെഫ്റ്റ് വിങ്ങിൽ ആര് കളിക്കും? മാർട്ടിനെല്ലിക്ക് പകരം ആര് കളിക്കും? ട്രൊസാഡിനെ ഒരു ബാക്കപ്പായിട്ട് നമുക്ക് കരുതാൻ പറ്റും. അവിടെ എസെ കളിക്കുവാണെങ്കിൽ നമ്മൾ ആ ടാലൻറ്റിനെ നമ്മൾ വേസ്റ്റ് ചെയ്യുകയാണോ? കഴിഞ്ഞ കളി ലിവർപൂളുമായിട്ട് ചെറിയൊരു ക്യാമിയോ വന്നു. ആ ക്യാമിയോയിൽ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് വളരെ നല്ല പ്രകടനമാണ് നമുക്ക് കാണാൻ പറ്റിയത്. സോ അങ്ങനെ നോക്കുമ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ കളിച്ചാലും പ്രശ്നമില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഓഡഗാർഡിൻ്റെ ഫോം ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ എങ്ങനെയൊക്കെ നോക്കുവാണെങ്കിലും, കൂട്ടിയും കിഴിച്ചും എങ്ങനെയൊക്കെ നോക്കുവാണെങ്കിലും ലെഫ്റ്റ് വിങ്ങിൽ ഒരു അഡീഷൻ വേണമായിരുന്നു. ബോട്ടം ലൈൻ ഇത് എൻ്റെ കൂട്ട് തന്നെ എല്ലാ ആർസണൽ ഫാൻസിലും സെയിം അഭിപ്രായമായിരിക്കും എന്ന് എനിക്കൊരു 99% ഉറപ്പുണ്ട്. സോ ആ ഒരു ലെഫ്റ്റ് വിങ് അഡീഷൻ പറ്റാതെ ഇരുന്നത് നമ്മുടെ സീസണെ ബാധിക്കുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടി വരും. അപ്പം ഞാൻ വേറൊരു വീഡിയോ ചെയ്തായിരുന്നു, ഈ ട്രാൻസ്ഫർ വിൻഡോ റേറ്റിംഗ്. ആ വീഡിയോയിലും ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അതേ ക്വസ്റ്റ്യൻ ഞാൻ ഈ വീഡിയോയിലും ചോദിക്കുന്നു. ലെഫ്റ്റ് വിങ്ങിൽ ബ്രൈറ്റൻ്റെ മിറ്റോമ വരുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ അതൊന്ന് കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾ അവിടെ കമൻറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇടണ്ട, ഓക്കെ, ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ ബ്രൈറ്റൻ്റെ പ്ലെയർ മിറ്റോമ വരുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക. ജാനുവരിയിൽ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക. ഹൈലൈറ്റ്സ് ഒക്കെ ഒന്ന് നിങ്ങളെടുത്ത് നോക്കിക്കും. അപ്പോൾ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൻ്റെ ആ ഒരു പ്രശ്നം അവിടെ നിൽക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ഹിൻകപ്പയുടെ ഒരു ഡീല് വരുന്നത്. ഓക്കെ, ഗുഡ്. ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള സ്ഥിതിക്ക് ഇതൊരു നല്ല സൈനിങ് തന്നെയാണ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത്രയും എമൗണ്ട് കൊടുത്ത് ഒരു ലോൺ പ്ലെയർ ബയർ ലിവർകൂസനിൽ നിന്ന് വരുമ്പോൾ ഡെഫിനറ്റ്ലി ആ പ്ലെയർ കൂടുതൽ ഗെയിം ടൈം എക്സ്പെക്റ്റ് ചെയ്യും. അങ്ങനെ കൂടുതൽ ഗെയിം ടൈം എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് മൈൽസ് ലൂയിസ് കെല്ലിയുടെ അവസ്ഥ, എന്താണ് കാലഫിയോറിയുടെ അവസ്ഥ? ഇത് രണ്ടും ഒരു പ്രശ്നമാകുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വേറെയുണ്ട്. ഇതെല്ലാം നമുക്ക് വഴിയെ കണ്ട് മനസ്സിലാക്കാനേ പറ്റൂ. കഴിഞ്ഞ കളിയിൽ, ലിവർപൂളിനെതിരെയുള്ള കളിയിൽ മൈൽസ് ലൂയിസ് കെല്ലി കളിച്ചിട്ടില്ല. മൈൽസ് ലൂയിസ് കെല്ലി ഒരു നാച്ചുറൽ ലെഫ്റ്റ് ബാക്ക് അല്ല, അത് നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മിഡ്ഫീൽഡ് പ്ലെയറാണ്. സോ ഹിൻകപ്പെ വന്നതോടെ ഈ മൈൽസ് ലൂയിസ് കെല്ലിനെ നമ്മൾ കൂടുതൽ സെൻട്രൽ മിഡ്ഫീൽഡിൽ കാണാൻ സാധ്യതയുണ്ടോ? ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ കാലഫിയോറി, സെക്കൻഡ് ഓപ്ഷൻ ഹിൻകപ്പെ, ഇങ്ങനെയാണോ ഫോം ആവാൻ പോകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഈ ഒരു സൈനിങ്സ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്നതല്ലാതെ ഒരു ക്ലിയർ കട്ട് ആൻസർ അങ്ങോട്ട് വരുന്നില്ല അല്ലേ? എനിക്കും അതാണ് ഫീൽ ചെയ്യുന്നത്. ബാക്കി എല്ലാ സൈനിങ്സിനും നമുക്കൊരു ക്ലിയർ കട്ട് ആൻസർ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയായിരുന്നു. ക്യോക്കറേസ് ഓഫ് കോഴ്സ് സ്ട്രൈക്കർ, എസെ ലെഫ്റ്റ് വിങ് അല്ലെങ്കിൽ സെൻട്രൽ ഇത്, പിന്നെ സുബമെൻഡി ഓഫ് കോഴ്സ് സെൻറ്റർ, നോർഗാർഡ് റൊട്ടേഷൻ പ്ലെയർ, മൊസ്കേര റൊട്ടേഷൻ പ്ലെയർ. മൊസ്കേരയെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ കളി വളരെ നന്നായിട്ടാണ് കളിച്ചത്. സലീബ എനിക്കൊന്ന് 5ാമത്തെ മിനിറ്റിൽ എങ്ങാണ്ട് ഇഞ്ചുറി ആയി കഴിഞ്ഞിട്ട് മൊസ്കേര ശരിയാണ് ആദ്യം കുറച്ച് ഒരു ട്രൈങ് ടു പ്രൂവ് ഹിംസെൽഫ് എന്നുള്ള രീതിയിൽ ഇച്ചിരി ചെറിയ ആവേശം കാണിച്ചു എന്ന് തന്നെ പറയണം. പക്ഷെ എന്നാൽ പോലും ഹി ഡിഡ് ഹിസ് ജോബ് എന്ന് തന്നെ പറയണം.
സോ ഇത്രയും പ്ലെയേഴ്സ് ഇപ്പം അഡീഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു റൊട്ടേഷനും ഈ ഒരു സ്ക്വാഡ് മാനേജ്മെൻറ്റ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ചാലഞ്ച് ഫോർ അർട്ടറ്റ. കാരണം ഇത്രയും സ്ക്വാഡ് ഡെപ്തോടെ ആദ്യമായിട്ടാണ് ആർസണൽ ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുന്നത്. വളരെ നല്ല കാര്യം തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം ആ ഒരു യൂണിറ്റ് പോലെ കൊണ്ടുപോവുക. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ കാലഫിയോറി ഇറങ്ങിയിട്ട് ഹെൻകപ്പെ വരുവാണെങ്കിൽ ആ ഒരു പൊസിഷനിൽ എന്താണ് അർട്ടറ്റയ്ക്ക് വേണ്ടത്, അത് ഏത് പ്ലെയറിനെ റീപ്ലേസ് ചെയ്താലും ആ പ്ലെയറിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ലെവലിലേക്ക് എല്ലാ പ്ലെയേഴ്സും വരണം എന്നുള്ളത് ഒരു ബിഗ് ചാലഞ്ചാണ്. ഇതാണ് ഒരു ബിഗ് സ്ക്വാഡിലുള്ളപ്പോൾ വരുന്ന ഒരു പ്രശ്നം. ഏതൊരു പ്ലെയറും റീപ്ലേസ് ആയാലും ടീമിൻ്റെ ഒരു വിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ഈ റീപ്ലേസിങ് പ്ലെയറിന് പറ്റണം. സോ ഈ ഒരു പ്ലെയറിൻ്റെ അഡീഷൻ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഗുഡ് ഹാവിങ് ദ നമ്പർ ഓഫ് കോമ്പറ്റീഷൻ ദാറ്റ് വി ഹാവ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ദിസ് ഈസ് ഫസ്റ്റ് ടൈം ഫോർ അർട്ടറ്റ ഇത്രയും നല്ലൊരു സ്ക്വാഡ് ഡെപ്ത് ഉള്ളത്. ഹൗ ഹി ഈസ് മാനേജിങ് ഇതൊരു ക്രൂഷ്യൽ സാധനമാണ്. ഇതൊരു എന്താ പറയുക, ഇതൊരു വരവുമാണ്, ഇതൊരു ശാപവുമാണ്. സോ ഇത് വരവും ആക്കുന്നത് അർട്ടറ്റയുടെ കയ്യിലാണ്, ശാപമാക്കുന്നത് അർട്ടറ്റയുടെ കയ്യിലാണ്. കഴിഞ്ഞ കളി ലിവർപൂൾ കണ്ടിരുന്നു. ആ കളിയിൽ നല്ല രീതിയിൽ സ്ക്വാഡ് ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയോടെ സെറ്റപ്പ് ചെയ്യുന്നതിന് പകരം ഡിഫെൻസീവ് മെൻറ്റാലിറ്റിയോടെ സെറ്റപ്പ് ചെയ്ത് ഒരു ഡ്രോയ്ക്ക് വേണ്ടി അവിടെ വന്നിട്ട് തോക്കേണ്ട അവസ്ഥയാണ് വന്നത്. സോ ഇതൊരു വരവുമാണ് ശാപവുമാണ് ഈ സ്ക്വാഡ് ഡെപ്ത് ഉള്ളത്. അത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് അർട്ടറ്റയുടെ കയ്യിലാണ്. സോ അഗെയിൻ ബെർട്ട കിഡിലൻ, he did a fantastic 9 out of 10 job. എൻ്റെ സീസൺ മറ്റേ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ റേറ്റിങ്ങിനകത്ത് ഞാൻ ഈ സെയിം റേറ്റിംഗ് ആണ് കൊടുത്തത്. 9 out of 10 ജോബ്. അത്യാവശ്യം ഔട്ടും നമുക്കുണ്ടായിരുന്നു. സോ ബർട്ട ഹാസ് ഡൺ ഹിസ് ജോബ്. അടുത്തത് ഇനി ഇങ്ങനെ കയ്യിലോട്ട് കൊടുത്തേക്കുക, എന്നാ എൻ്റെ ഫുള്ള് എന്താ ബാധ്യതകളും എന്ന് പറഞ്ഞിങ്ങനെ CID മൂസ കൊടുക്കുക. അതുപോലെ നമ്മുടെ അർട്ടറ്റയുടെ കയ്യിലോട്ട് ബർട്ടയും കൊടുത്തേക്കാണ്. ഇനിയെല്ലാം അർട്ടറ്റയുടെ കയ്യിലാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ആൻഡ് വെൽക്കം ഇൻ കപ്പേ.